ഹായ് എവ്രി വൺ. ജൂനിയർ അനലിസ്റ്റിൻ്റെ മൊഡ്യൂൾ 1 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും വളരെ ഫ്രീക്വൻ്റ് ആയി ചോദിച്ചു വരുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് സെഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ നിങ്ങൾ നോക്കേണ്ടത്? യെസ്, ബോറോൺ ഫാമിലിയിലുള്ള എലമെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഒക്കെയാണ് ഇവർ തന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കാം നമ്മൾ സ്റ്റെബിലിറ്റി കണ്ടെത്തുന്നത്? യെസ്, ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നിങ്ങളിവിടെ നോക്കേണ്ടത്. ഇനേർട്ട് പെയർ എഫക്റ്റ്. ബോറോൺ ഫാമിലിയുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? +3 ആണ്. നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിയാൽ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി +3. പക്ഷേ താഴോട്ട് വരുമ്പോൾ ബിക്കോസ് ഓഫ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ്, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ്, NS ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് NS2NP1 എന്നാണല്ലോ ഇവരുടെ ജനറൽ കോൺഫിഗറേഷൻ. അങ്ങനെയാകുമ്പോൾ ഈ പെയർ ഓഫ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവർ +3 അല്ല, മറിച്ച് എന്തായിരിക്കും? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുക. സോ ഇവിടെ താലിയം എന്തല്ല? +3 ഓക്സിഡേഷൻ കാണിക്കത്തില്ല, മറിച്ച് എന്താണ്? താലിയം +1 ഓക്സിഡേഷൻ TlCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിരിക്കും ഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട് എന്തായിരിക്കും? ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഓൾറൈറ്റ്. സെക്കൻഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് മോളിക്യൂൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഡൈബോറെയിൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഡൈബോറെയിൻ എന്താണ്? യെസ്, ഇറ്റ്സ് ആക്ച്വലി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. BH3 ഡൈമറൈസ് ചെയ്തിട്ട് എന്താവും? B2H6 ആവും. സ്റ്റിൽ ഇതെന്താണ്? ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ AlCl3യുടെ കേസ് അങ്ങനെയല്ല. AlCl3 എന്താണ്? AlCl3 ഈസ് ആക്ച്വലി ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. പക്ഷേ ഡൈമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ല, കംപ്ലീറ്റ് ഒക്ടക്റ്റ് ആയിരിക്കും. ആലോചിച്ച് നോക്കുക കേട്ടോ. നൗ തേർഡ് വൺ, ഡൈബോറൈനെ പറ്റിയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ BHB ബോണ്ട് ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? ഓൾ BH ബോണ്ട് ലെങ്ത് ആർ ഈക്വൽ. അപ്പോൾ എന്തറിയണം നിങ്ങൾ? സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഇതാണ് ഡൈബോറൈൻ്റെ സ്ട്രക്ചർ. ഇവിടെയുള്ള ഈ BH ബോണ്ട്, അതായത് ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ് എത്രയുണ്ട്? യെസ്, 1 2. ഹിയർ വി ഹാവ് 3 ആൻഡ് ഹിയർ വി ഹാവ് വാട്ട്? 4. ഓക്കെ, ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബനാന ബോണ്ട് എന്ന് വിളിക്കുന്നത്. യെസ്, ദിസ് ഇസ് കോൾഡ് ബനാന ബോണ്ട്. ആൻഡ് ദിസ് ഇസ് എ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ആസ് വെൽ. നോക്കൂ, ഇവിടെ എത്രയാണ് ബോണ്ട് ആംഗിൾ? 97 ഡിഗ്രി ആണ്. ഇവിടെ എത്രയാണ്? 120 ഡിഗ്രി ആണ്. എഗെയിൻ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ BH ബോണ്ട് ലെങ്ത് എത്രയാണ്? 119 പിക്കോമീറ്റർ ആണ്. പക്ഷേ ഈ ബ്രിഡ്ജ് BH ബോണ്ട് ലെങ്ത് എത്രയാണ്? 131 പിക്കോമീറ്റർ ആണ്. വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് ഈ ബ്രിഡ്ജ് BH ബോണ്ട് എന്താണ്? ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഓക്കെ, ദിസ് ഇസ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ്. ഒന്ന് എബവ് ദ പ്ലെയിനും ഒന്ന് ബിലോ ദ പ്ലെയിനുമാണ്. അതുകൊണ്ടാണ് ഇവരുടെ ബോണ്ട് ലെങ്ത് എന്ത് കൂടുതലാവുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഓൾ BHB ബോണ്ട് ആംഗിൾസ് ആർ ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല, അല്ലേ? പിന്നെന്താണ്? ഓൾ BH ബോണ്ട് ലെങ്ത് ആർ ഈക്വൽ. കറക്റ്റ് ആണോ? അല്ല, അതും കറക്റ്റ് അല്ല. പിന്നെന്താണ്? ഇറ്റ് ഹാസ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓപ്ഷൻ സി. ഡൈബോറൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. യെസ്. ഇനോർഗാനിക് ബെൻസീൻ എന്താണ്? ഇനോർഗാനിക് ബെൻസീൻ, യെസ്, B3N3H6നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബൊറാസീൻ എന്നോ അല്ലെങ്കിൽ ബൊറാസോൾ എന്നൊക്കെ വിളിക്കുന്ന കോമ്പൗണ്ട് തന്നെയാണ് ഈ B3N3H6. സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ബെൻസീനെ പോലെ തന്നെ ആയിരിക്കും അല്ലേ ഇനോർഗാനിക് ബെൻസീൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനോർഗാനിക് ബെൻസീൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ബെൻസീനിന് നമ്മൾ ഇങ്ങനെയല്ലേ വരക്കുക? യെസ്, നോക്കൂ, ഓൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെയല്ലേ വരക്കുക? യെസ്, ഇവിടെയൊക്കെ എന്തുണ്ടാവും? ഹൈഡ്രജൻസ് ഉണ്ടാകും. റൈറ്റ്. ഓക്കെ, 6 ഹൈഡ്രജൻസ് ബെൻസീൻ്റെ കേസ് ആണെങ്കിൽ ഉണ്ടാക്കും. പക്ഷേ ഇവിടെ എന്താണ്? ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബോറോണും നൈട്രജനും നിങ്ങൾ കൊടുത്താൽ മതി. ഇനോർഗാനിക് ബെൻസീൻ. നൗ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നെയിം ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഓഫ് സിലിക്കേറ്റ്. എന്താണ് സിലിക്കേറ്റ്? യെസ്, SiO4 4-. പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താണ്?
ഒരു ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സ്ട്രക്ചർ ആയിരിക്കും എന്നാണ്. 1 ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പൈറോസിലിക്കേറ്റ് ആയിരിക്കും. ഓപ്ഷൻ എന്തായിരിക്കും? സി. 2 ആണെങ്കിൽ എന്തായിരിക്കും? ചെയിൻ. 3 ആണെങ്കിൽ 3 ഓക്സിജൻ ആറ്റം ആണെങ്കിൽ 2D. 4 ആണെങ്കിൽ എന്തായിരിക്കും? 4 ഓക്സിജൻ ആറ്റം ആണെങ്കിൽ 3 ഡയമെൻഷണൽ ആയിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കുക. നൗ 6th ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണെങ്കിൽ എല്ലാവരും എഴുതും ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ എന്ത് വരും? യെസ്, ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ. നോക്കൂ, ക്ലോറിൻ്റെ ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്? ഫ്ലൂറിനേക്കാൾ കൂടുതലാണ്. ബിക്കോസ് ഫ്ലൂറിൻ ഇസ് ഇൻ സ്മോൾ സൈസ്, സ്മോൾ ഇൻ സൈസ്. ഇവിടെ എന്തായിരിക്കും? യെസ്, ഇവിടെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതലായിരിക്കും. ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതലായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ക്ലോറിന് എന്തായിരിക്കും? ഫ്ലൂറിനേക്കാൾ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കും. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 7. അയണൈസേഷൻ പൊട്ടൻഷ്യൽ. ദ എക്സ്പെക്റ്റഡ് ഓർഡർ എന്താണ്? യെസ്, അയണൈസേഷൻ എൻതാൽപ്പി അലോങ് ദ പീരിയഡ് എന്ത് ചെയ്യും? അലോങ് ദ പീരിയഡ് ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ഓർഡർ എന്ന് പറയുന്നത് യെസ്, ദാറ്റ് വിൽ ബി ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ദിസ് ഇസ് ദി എക്സ്പെക്റ്റഡ് ഓർഡർ. പക്ഷേ ഇതാണോ? അല്ല. കാരണം എന്താണ്? യെസ്, നമ്മുടെ ബെറിലിയം എന്താണ്? 1s2 2s2. ഓക്കെ. അതേപോലെ നൈട്രജൻ എന്താണ്? 1s2 2s2 ആൻഡ് 2p3. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ദിസ് ഇസ് ഫുൾഫിൽഡ് ആൻഡ് ദിസ് ഇസ് വോട്ട്? ഹാഫ് ഫിൽഡ്. ഇവർക്ക് എന്തായിരിക്കും? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താ വരിക? യെസ്, എ ആയിരിക്കും. ബെറിലിയത്തിന് ബോറോണിനേക്കാൾ കൂടുതലായിരിക്കും. നൈട്രജൻ എന്തായിരിക്കും? ഓക്സിജനേക്കാൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. ഓപ്ഷൻ എ. Now, the next one, very important one. നോക്കൂ, ദ സക്സസീവ് അയണൈസേഷൻ എൻതാൽപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, കുറേ അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 1 2 3 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ എലമെന്റ് പീരിയോഡിക് ടേബിൾ ഏത് ഗ്രൂപ്പിലാണ് ബിലോങ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ അയണൈസേഷൻ എൻതാൽപ്പി 2 എത്രയാണ്? 1757 ആണ്. അയണൈസേഷൻ എൻതാൽപ്പി 3യിലേക്ക് വരുമ്പോൾ ദാറ്റ് ബിക്കംസ് 14,847 കിലോ ജൂൾ. അതായത് ഇവിടെ ഒരു സഡൻ ജമ്പ് ഇല്ലേ അല്ലേ? ഒരു സഡൻ ജമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? വളരെ വലിയൊരു ലാർജ് സഡൻ ജമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അയണൈസേഷൻ എൻതാൽപ്പി 1ൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ യെസ്, ഇൻക്രിമെൻ്റ് ഉണ്ട്, പക്ഷേ വലിയൊരു ഇൻക്രിമെൻ്റ് അല്ല. ഇവിടെ നിന്ന് 2ൽ നിന്ന് 3യിലേക്ക് പോകുമ്പോൾ വളരെ വലിയൊരു സഡൻ ജമ്പാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വിച്ച് ബേസിക്കലി മീൻസ് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് അടുത്തൊരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ, ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. ഒരു ഇലക്ട്രോണും കൂടെ വിട്ടുകൊടുക്കുമ്പോൾ ഇവരെന്താണ്? വളരെ വലിയൊരു എനർജി യൂട്ടിലൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എത്രയാണ്? 14,847 ആണ്. അതായത് ഇവിടെ എന്തായിരിക്കും? ഇയാൾ ഓൾറെഡി എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. അത്രയും സ്റ്റേബിൾ ആയതുകൊണ്ടല്ലേ പിന്നീട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാത്തത്, അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഫാമിലി ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാ മഗ്നീഷ്യം. മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ ഞാനിവിടെ എഴുതാം. മഗ്നീഷ്യം എത്രയാണ്? 12 ആണ് അല്ലേ? 282. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പോൾ ഇവരെന്തായി? യെസ്, സ്റ്റേബിളായി. ഇതിന് ശേഷം ഇവർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമോ? ഇല്ല. അതാണ് പറയുന്നത് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. ദിസ് വിൽ ബി തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ നോക്കിയേ, അതേപോലെ തന്നെ അല്ലേ? തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്? വളരെ കൂടുതലാണ്. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 9. ദ അയോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് റേഡിയൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആനയോണിൻ്റെ റേഡിയൈ എപ്പോഴും എന്തായിരിക്കും? കാറ്റയോണിൻ്റെ റേഡിയൈനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്കറിയാം. ഗ്രേറ്റർ ചാർജ് ഓൺ കാറ്റയോൺ എന്തായിരിക്കും? ഗ്രേറ്റർ ചാർജ് സ്മോളർ സൈസ് ആയിരിക്കും അല്ലേ? ഗ്രേറ്റർ ചാർജ് ആണെങ്കിൽ സ്മോളർ സൈസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇതാ ഇൻക്രീസിങ് ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർക്കായിരിക്കും? Ca2+ഉം K+ഉം നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും? ഇതാ കൂടുതൽ ചാർജ് Ca2+നാണ്. അപ്പോൾ സ്മോളർ സൈസ് വേണം. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓക്കെ, ഇനി ഓപ്ഷൻ സി ഒന്ന് നോക്കിയേ. യെസ്, ആനയോണിൽ ഗ്രേറ്റർ ചാർജ് ആണെങ്കിൽ ഗ്രേറ്റർ ചാർജ് മീൻസ്
ഗ്രേറ്റർ സൈസ്. അപ്പോൾ N3- കറക്റ്റ് ആണ്. പക്ഷേ ഫ്ലൂറിനും ഓക്സിജനും നോക്കുമ്പോൾ എന്താണ്? യെസ്, O2- കൂടുതൽ അല്ലേ? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജേ ഉള്ളൂ, ഓക്സിജൻ എന്താണ്? 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇതുമല്ല. ഇനി അടുത്ത നോക്കിയേ, ആർസനിക് 3- പിന്നെ ഓക്സിജൻ 2- ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഓക്സിജൻ എന്താണ്? ഓക്സിജൻ, സൾഫർ, ഫോസ്ഫറസ്, ആർസനിക്. എന്തായാലും ഇത് സെക്കൻഡ് പീരീഡ് ആണ്, ഇതെന്താണ്? തേർഡ് പീരീഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും? തേർഡ് പീരീഡിലുള്ള എലമെൻസിന് എന്തായിരിക്കും? സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതും അല്ല. എന്താണ്? യെസ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. കാരണം Na+, Mg2+, Be എന്ന് പറയുന്നത് എന്താണ്? യെസ്, ബെർലിയം എന്ന് പറയുന്നത് സെക്കൻഡ് പീരീഡിലാണ് അല്ലേ? അതേപോലെ മെഗ്നീഷ്യവും പിന്നെ എന്താണ്? സോഡിയവും ഓക്കെ തേർഡ് പീരീഡിലാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആൻസർ കിട്ടും, വിച്ച് ഇസ് വാട്ട്? ഓപ്ഷൻ ബി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സൈഡ് ഈസ് ആംഫോട്ടറിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. ആൻഡ് മെറ്റാലിക് ഓക്സൈഡ്സ് എന്തായിരിക്കും? ബേസിക്സ്. മെറ്റാലിക് ഓക്സൈഡ് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫോസ്ഫറസ് നോൺ മെറ്റാലിക് ആണ്, അപ്പോൾ ഇതെന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. സൾഫർ എന്തായിരിക്കും? അസിഡിക്. ആൻഡ് സോഡിയം എന്തായിരിക്കും? സോഡിയം ഓക്സൈഡ് ആണ്, മെറ്റൽ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും? ബേസിക് ആയിരിക്കും. അലൂമിനിയം എന്തായിരിക്കും? ആംഫോട്ടറിക് ആയിരിക്കും. യെസ്, ആംഫോട്ടറിക്. Al2O3 ആംഫോട്ടറിക്കിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിങ്ക് ഓക്സൈഡും ലെഡ് ഓക്സൈഡും ഒക്കെ എന്താണ്? ആംഫോട്ടറിക് ഇൻ നേച്ചർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നൗ ക്വസ്റ്റ്യൻ നമ്പർ 11. ഇൻഡിക്കേറ്റ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ് അക്കോർഡിംഗ് ടു വാലൻസ് ബോണ്ട് തിയറി. കെമിക്കൽ ബോണ്ടിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ സിഗ്മ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. കറക്റ്റ് ആണോ? യെസ്, സിഗ്മ ബോണ്ട് എപ്പോഴും എന്തായിരിക്കും? സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട് ആയിരിക്കും. അടുത്തത്, എസ് ഓർബിറ്റൽ നെവർ ഫോംസ് പൈ ബോണ്ട്. കറക്റ്റ് ആണോ? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. എസ് ഓർബിറ്റൽ എന്താണ്? എപ്പോഴും സിഗ്മ ബോണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഫോം ചെയ്യത്തുള്ളൂ. ഇനി ബി ഓപ്ഷൻ, പി ഓർബിറ്റൽ ഓൾവേസ് ഹാവ് ഓൺലി സൈഡ് വേസ് ഓവർലാപ്പിംഗ്. കറക്റ്റ് ആണോ? അല്ല. പി ഓർബിറ്റൽ ഇതാ ഇങ്ങനെയാണെങ്കിൽ പി എക്സ് ആണെങ്കിൽ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഇതാ എക്സ് ആക്സിസ് ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അതേസമയം ഇന്റർന്യൂക്ലിയർ ആക്സിസ് എക്സ് ആണ്, പക്ഷേ പി വൈ ഈ ഓർബിറ്റൽ ആണെങ്കിൽ ഇവരെന്ത് ബോണ്ട് ഫോം ചെയ്യും? യെസ്, പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ് അല്ലേ. പി ഓർബിറ്റൽ ഓൾവേസ് ഹാവ് ഓൺലി സൈഡ് വേസ് ഓവർലാപ്പിംഗ് അല്ല, അവർ സിഗ്മ ബോണ്ടും ഫോം ചെയ്യും. പിന്നെന്താണ്? ദർ ക്യാൻ ബി ഓൺലി വൺ സിഗ്മ ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റംസ്. കറക്റ്റ് അല്ലേ? യെസ് അല്ലേ. എ ബി എന്ന് പറഞ്ഞാൽ 2 ആറ്റത്തിനിടയ്ക്ക് ഒരു സിഗ്മ ബോണ്ടും പിന്നെന്താണ്? 2 പൈ ബോണ്ട് ആയിരിക്കും അല്ലേ മാക്സിമം. യെസ്, മാക്സിമം എത്ര സിഗ്മ ബോണ്ടാണ്? ഒരു സിഗ്മ ബോണ്ടാണ്. പൈ ബോണ്ട് ക്യാൻ ബി 1 or 2 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സോ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ്. നൗ 12. എ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോംഡ് ഫ്രം എസ് ആൻഡ് പി ഓർബിറ്റൽ ക്യാൻ കോൺട്രിബ്യൂട്ട് ഓൺലി. നമ്മൾ പറഞ്ഞു എസ് ആണെങ്കിൽ എപ്പോഴും എന്താണ്? സിഗ്മ ബോണ്ട് മാത്രമാണ്, പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല, സിഗ്മ ബോണ്ട് മാത്രം. നൗ ക്വസ്റ്റ്യൻ നമ്പർ 13. ഓഫ് ദി 3 ഫോളോയിങ് മോളിക്യൂൾസ് വിച്ച് ഹാസ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക അല്ലേ. XeF4 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺ ആണ്? 8 വാലൻസ് ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ദാ ഇങ്ങനെയായിരിക്കും അല്ലേ. യെസ്, we will have something like this and it is square planar in nature. ഇനി SF4ൻ്റെ കേസ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. 6 വാലൻസ് ഇലക്ട്രോൺ ഉള്ള 4 ബോണ്ടും ഒരു ലോൺ പെയറും എന്താണ്? സീസോ. ദിസ് ഇസ് സീസോ. ഓക്കെ, എന്തായിരിക്കും? പിന്നെന്താണ്? യെസ്, SiF4 എന്ന് പറയുമ്പോൾ 4 അല്ലേ. SiF4 ടെട്രാഹൈഡ്രൽ ആയിരിക്കും, ഓൺലി SiF4. ജോമെട്രീസും ഷേപ്പൊക്കെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നൗ ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിജൻ ബോണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബോണ്ട് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. നമുക്കറിയാം
ഓക്സിജൻ്റെത് അല്ലേ, ഞാനൊരു ട്രിക്കൊക്കെയുള്ള ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഓക്സിജൻ 16 ഇലക്ട്രോൺ ആണ്. 16 ഇലക്ട്രോൺ ആകുമ്പോൾ എത്രയായിരുന്നു ബോണ്ട് ഓർഡർ? 2 ആയിരുന്നു അല്ലേ. ഇനി O2 പ്ലസ് ആകുമ്പോൾ എത്രയായിരിക്കും? 15 ആയിരിക്കും. അപ്പോൾ 0.5 ആഡ് ചെയ്യുക, 2.5. ഇനി പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? O2 മൈനസ് ആണല്ലേ. O2 മൈനസ് ആകുമ്പോൾ എന്ത് ചെയ്യുക? യെസ്, ദാറ്റ് ഈസ് 17 ഇലക്ട്രോൺ ആണ്, 1.5 അല്ലേ. O2 2 മൈനസ് ആകുമ്പോൾ 18 ഇലക്ട്രോൺ ആണ്, 1. അപ്പോൾ ആർക്കാണ്? യെസ്, ബോണ്ട് ഓർഡർ കൂടുതൽ O2 പ്ലസിനാണ്. അങ്ങനെയാകുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡയാമാഗ്നറ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക, ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. ദാറ്റ് വിൽ ബി പാരാമാഗ്നറ്റിക്. ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ, സ്പീഷ്യസിൽ ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അവരെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. എക്സെപ്റ്റ് ആരൊക്കെ? B2 ഉം O2 ഉം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. O2വിൽ 16 ഇലക്ട്രോൺ ആണ്. അപ്പോൾ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക്. ഹീലിയത്തിൽ 4 ഇലക്ട്രോൺ ആണ്, He2 അല്ലേ. He2വിലാണ് രണ്ടും 4. ഒരു ഇലക്ട്രോൺ പോയാൽ 3. എന്തായിരിക്കും? അഗെയിൻ പാരാമാഗ്നറ്റിക്. ഹൈഡ്രജൻ 2, 1 പോയാൽ 1 ഇലക്ട്രോൺ, പാരാമാഗ്നറ്റിക്. പക്ഷേ Li2 എന്താണ്? 3, 3, 6 ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ദാറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക്. ഓപ്ഷൻ സി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 16, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ക്വാണ്ടം നമ്പർ M അല്ലെങ്കിൽ ML എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലേ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ആണ് അല്ലേ. സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ആണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. 16 സി. 17, the splitting of spectral line under the influence of magnetic field എന്താണ്? സീമാൻ എഫക്റ്റ്. സീമാൻ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. M ഇവിടെയുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിലാണെങ്കിൽ എന്തായിരിക്കും? യെസ്, സ്റ്റാർക്ക് എഫക്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ സ്റ്റാർക്ക് എഫക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 18, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇഫ് അൺസർട്ടാനിറ്റി ഇൻ ദ മെഷർമെന്റ് ഓഫ് പൊസിഷൻ ആൻഡ് മൊമെന്റം എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഹൈസൻബർഗ് അൺസർട്ടാനിറ്റി പ്രിൻസിപ്പിൾ അല്ലേ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു h/4π. ഓക്കെ. ഇനി ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? പൊസിഷൻ ആൻഡ് മൊമെന്റം ഈക്വൽ ആണ്. അതായത് അൺസർട്ടാനിറ്റി ഡെൽറ്റ എക്സും ഡെൽറ്റ പിയും എന്താണ്? ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ഡെൽറ്റ എക്സ്? അൺസർട്ടാനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് വാട്ട് ഈസ് ഡെൽറ്റ പി? അൺസർട്ടാനിറ്റി ഇൻ മൊമെന്റം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി അൺസർട്ടാനിറ്റി ഇൻ വെലോസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഡെൽറ്റ എക്സിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഡെൽറ്റ പി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ പി തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു h/4π. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡെൽറ്റ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു h/4π. എന്നിട്ട് ഡെൽറ്റ പി എന്ത് എഴുതാം? റൂട്ട് ഓഫ് h/4π എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡെൽറ്റ പി എനിക്ക് എങ്ങനെ എഴുതാം? M ഡെൽറ്റ വി എന്ന് എഴുതാം. ഓർ ഐ ക്യാൻ റൈറ്റ് h/π. ഈ 2 ഞാൻ എന്ത് ചെയ്യുന്നു? പുറത്തെടുക്കുന്നു. √4 2. അപ്പോൾ ഡെൽറ്റ വി എന്തായിരിക്കും? യെസ്, 1/2m റൂട്ട് h/π എന്നുള്ള രീതിയിൽ എനിക്ക് ആൻസർ കിട്ടും. വിച്ച് ഇസ് മൈ ഓപ്ഷൻ? വാട്ട് ഈസ് ഓപ്ഷൻ? 1/2m റൂട്ട് h/π. യെസ്, ഓപ്ഷൻ ബി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19, ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് ഷെല്ലിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n is equal to 1. അങ്ങനെയാണെങ്കിൽ എത്ര ഓർബിറ്റൽ ഉണ്ടാവും? 1ൽ 1s മാത്രമല്ലേ ഉള്ളൂ. യെസ്, അപ്പോൾ നമുക്ക് ഓർബിറ്റൽ 1 ആണ്. ഇനി 2ലാകുമ്പോൾ നമുക്ക് എന്തുണ്ട്? 2s ഉണ്ട്, 2p ഉണ്ട്. അപ്പോൾ എസ്സിൽ ഒരു ഓർബിറ്റൽ, പിയിൽ എത്ര ഓർബിറ്റലാണ്? യെസ്, 3 എണ്ണമാണ് അല്ലേ. ഇനി 3 ആകുമ്പോഴോ? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. എസ്സിൽ നമ്മൾ കണ്ടു 1 ആണ്, പിയിൽ 3 ഉണ്ടാവും, ഡിയിൽ യെസ് ദാറ്റ് വിൽ ബി 9 ആൻഡ് ദിസ് വിൽ ബി 4 ആൻഡ് ദിസ് വിൽ ബി 1. അപ്പോൾ നിങ്ങൾ പറഞ്ഞു റിലേഷൻ എന്തായിരിക്കും? 1 ആകുമ്പോൾ 1, 2 ആകുമ്പോൾ 4 ഓർബിറ്റൽസ്, സെക്കൻഡ് ഷെല്ലിൽ 4 ഓർബിറ്റൽസ്, തേർഡ് ഷെല്ലിൽ എത്രയാണ്? 9. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? യെസ്, n സ്ക്വയർ ഓർബിറ്റൽസ് ആയിരിക്കും. ദാറ്റ് വിൽ ബി n സ്ക്വയർ ഓർബിറ്റൽസ്. നൗ ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബോർ റേഡിയസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുൻപേ ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മളോട് ചോദിക്കുക, നോക്കൂ, ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുക, എർവിൻ സിങ് എന്താണ്? എർവിൻ സിങ്
2211. എന്താ ഈ സംഭവം? അതായത് നമ്മുടെ എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇതെടുക്കുക, ആദ്യത്തേതും ഇതും എന്താണ് Z²/n². ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക, Z²/n². ഇനി റേഡിയസ് ആണെങ്കിലോ, യെസ്, ദാറ്റ് വിൽ ബി n²/z⁻². n⁻², z⁻². ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? ഇനി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, വെലോസിറ്റി വിൽ ബി യെസ് z/z⁻², n⁻². എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. എർവിൻ സിങ് 2211. അപ്പോൾ ഈ IN നോക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ റൈമിങ്ങിന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബോർ റേഡിയസ് ആണ്. അപ്പോൾ ബോർ റേഡിയസ് എന്തായി? യെസ്, n²/z ആണ്. ബോർ റേഡിയസ് ഇസ് പ്രൊപ്പോർഷണൽ ടു n²/z ആണ്. അപ്പോൾ ഫസ്റ്റ് ബോർ ഓർബിറ്റ് A0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ബോർ ഓർബിറ്റ് എന്ന് പറയുന്നത് യെസ് A0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഹീലിയം He+ ഇൻ തേർഡ് ഓർബിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. He+ ഇൻ തേർഡ് ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റേഡിയസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? n²/z. ഓക്കെ, A0. അപ്പോൾ n² എന്ന് പറയുന്നത് എന്താണ്? യെസ്, തേർഡ് ഓർബിറ്റ് ആണ്. അപ്പോൾ എത്രയായിരിക്കും? 9. He+ ആണ് ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. എത്രയാണ്? Z എത്രയാണ്? 2 ആണ്. 9/2 A0 എന്ന് വരും. ഓർ സിംപ്ലി വി ക്യാൻ റൈറ്റ് വാട്ട്? 4.5 A0. ഓപ്ഷനിൽ ഏതെങ്കിലും ഉണ്ടാകും. എന്താണ്? 9/2 A0. ഓൾ റൈറ്റ്, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാ മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.